സംസ്ഥാന പദവി വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ആരംഭിച്ച പ്രക്ഷോഭം പരിധി വിട്ടു. അക്രമത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 20 പോലീസുകാരടക്കം 80ഓളം പേർക്ക് കാര്യമായ പരിക്കേൽക്കുകയും ചെയ്തു. അക്രമികൾ കൗൺസിൽ സെക്രട്ടേറിയറ്റിനും BJP ഓഫീസിനും തീയിട്ടു. കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നൽകിയ മുഹമ്മദ് യൂസഫ് കഠാരിയെ ശ്രീനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. CPI-യിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി D. രാജയെ ജനറൽ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കും. എറണാകുളം കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനുള്ള പ്രോജക്റ്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതിനായി 27 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. 1/3 അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സിൻഡിക്കേറ്റ് യോഗം വൈസ് ചാൻസലർ വിളിച്ചു ചേർക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റ് സർവകലാശാല നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചു. കാറുകൾ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കേസിൽ ഓപ്പറേഷൻ നുംകോറിന്റെ തുടർച്ചയായി EDയും കസ്റ്റംസും സംയുക്ത അന്വേഷണത്തിന് തീരുമാനിച്ചു. 200ഓളം വാഹനങ്ങൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. 38 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നലെ പാലക്കാട്ടെത്തി. ദുർഗാനഗറിലെ MLA ഓഫീസിന് പോലീസ് കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പുരസ്കാരം വാങ്ങാൻ UK-യിൽ പോയതിന്റെ ചെലവ് കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്നും നൽകും. സ്വകാര്യ കമ്പനി നടത്തിയ പരിപാടിയിലാണ് ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തതെന്ന് BJPയും കോൺഗ്രസും ആരോപിച്ചു. മുസ്ലിം തീവ്രവാദിയും ആക്രമണകാരിയുമാണെന്ന് വിശേഷിപ്പിച്ചുവെന്ന പരാതിയിന്മേൽ സ്വാമി ശാന്താനന്ദയ്ക്കെതിരെ പന്തളം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ പേരിൽ അർബൻ ബാങ്കിലുണ്ടായിരുന്ന കുടിശ്ശിക 60 ലക്ഷം രൂപ KPCC അടച്ചു തീർത്തു. ഈ മാസം 29-ന് നടത്തുന്ന രാജ്യാന്തര മാധ്യമ ഉത്സവത്തിൽ ആഫ്രിക്കയിലെ മാധ്യമ പ്രവർത്തക മറിയം പൊഡ്രഗോ, ഗുജറാത്തിലെ റാണ അയ്യൂബ്, അരുണാചൽ ടൈംസിന്റെ അസോസിയേറ്റ് എഡിറ്റർ ടോം റീന തുടങ്ങിയ പ്രഗത്ഭർ പങ്കെടുക്കും. കേരള മീഡിയ അക്കാദമി മാസിക മീഡിയയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ അവാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറിയം ഒഡ്രഗോയ്ക്ക് സമ്മാനിക്കും. പെൻഷൻ പ്രായം ഉയർത്താൻ പണപ്പിരിവ് നടത്തിയെന്ന പരാതിയിന്മേൽ സംസ്ഥാന വിജിലൻസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറിലെ തൊഴിലാളികളുടെ സമരം മാനേജ്മെന്റിന്റെ ഉചിതമായ ഇടപെടലോടെ അവസാനിപ്പിച്ചു. ഐസർ ഡയറക്ടർ പ്രൊഫസർ JN മൂർത്തി മുൻകൈയെടുത്താണ് സമരം ഒത്തുതീർപ്പാക്കിയത്. ഇന്നലെ വിഴിഞ്ഞത്ത് സ്കൂൾ ബസ് വീണ്ടും അപകടത്തിൽപ്പെട്ടു. വെങ്ങാനൂർ VPS മലങ്കര HSSന്റെ ബസ്സാണ് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു നിന്നത്. ബസ്സിലുണ്ടായിരുന്ന 86 പേർക്കും സാരമല്ലാത്ത പരിക്കുണ്ടായി. കോവളത്ത് വെണ്ണിയൂരിൽ ആളില്ലാത്ത വീടിന്റെ മുൻവാതിൽ പൊളിച്ച് 1 ലക്ഷം രൂപയും 16.5 പവന്റെ സ്വർണവും മോഷ്ടിച്ചു. അഗ്നിരക്ഷാ സേനയിൽ നിന്ന് വിരമിച്ച ഗിൽബർട്ട് ജോണിന്റെ വീട്ടിലായിരുന്നു മോഷണം. ഗഗൻ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് ബാലകൃഷ്ണൻ ഇന്നലെ തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കാനെത്തി. മോഹൻലാൽ ഉൾപ്പെടെ മഹാന്മാരായ നിരവധി പേർ പഠിച്ച സ്കൂളിൽ എത്താൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ട ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ശക്തമായ നടപടികൾക്ക് പോലീസ് തയ്യാറെടുക്കുന്നു. നിലവിൽ ലിസ്റ്റിൽപ്പെട്ട 67 ഗുണ്ടകളും
1810 റൗഡികളും നഗരത്തിലുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ കുറവും ജോലിഭാരവും അക്രമികളെ അമർച്ച ചെയ്യാനുള്ള പ്രധാന തടസ്സമായി പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ബിന്ദു പത്മനാഭനെയും താനാണ് കൊലപ്പെടുത്തിയതെന്ന് സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ പോലീസിനോട് സമ്മതിച്ചു. ജൈനമ്മ കൊലക്കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോകും. അസ്ഥികൾ വേളാങ്കണ്ണിയിൽ ഉപേക്ഷിച്ചുവെന്നാണ് കൊലയാളിയുടെ പുതിയ വെളിപ്പെടുത്തൽ. തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് ശനിയാഴ്ച വരെ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം തുടങ്ങി 7 ജില്ലകൾക്ക് യെല്ലോ വാർണിംഗ് നൽകിയിട്ടുണ്ട്. സൂപ്പർ 4 ഏഷ്യ കപ്പ് മത്സരത്തിൽ തുടർച്ചയായ 2ാം ജയം നേടി ഇന്ത്യ 2020 ക്രിക്കറ്റിന്റെ ഫൈനലിലെത്തി. ബംഗ്ലാദേശിനെ 41 റൺസിനാണ് തോൽപ്പിച്ചത്. ഇന്നത്തെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിലെ വിജയിയാകും ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.